സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വാണി ദേവി ചേരുന്നുണ്ട്. ഡോക്ടർ നമസ്കാരം. ഇതിപ്പോൾ ലഹരിക്ക് അടിമയാണ് എന്ന് നമുക്ക് പറയും, ചിലപ്പോൾ സൈക്കോ ആണെന്ന് പറയും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു 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 എന്താ പറയുക, ഒരു മാനസികമായ ഒരു വശം, അതായത് ഇത്രയും നാളും ഈ കൊലപാതകിയായ ഈ അഫാൻ ആരോടും മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യമേ ഉള്ള ഒരാളല്ല. നമുക്ക് ഒരു തരത്തിലും ഒരു സൂചന ലഭിക്കാതെ പോകുമോ ഇത്തരം ആളുകളെ കുറിച്ച്? സ്വാഭാവികമായും സൂചനകൾ ലഭിക്കേണ്ടുന്നതാണ്. അത് പബ്ലിക്കിനാണോ ലഭിക്കുക എന്ന് ചോദിച്ചാൽ പലപ്പോഴും ആയിരിക്കില്ല. കുടുംബത്തിനകത്തുള്ള ഈ വ്യക്തിയുമായി വളരെ അടുത്തിടപഴകുന്ന വ്യക്തികൾക്ക് സൂചനകൾ ലഭിക്കേണ്ടുന്നതാണ്. അത് ഈ പറയുന്ന ഇയാൾ കൊലപാതകം ചെയ്യുമോ എന്നുള്ള നിലയിലൊന്നും ആയിരിക്കില്ല. ബിഹേവിയറൽ ഡൈവേർഷൻസും അല്ലെങ്കിൽ അഗ്രസീവ്നെസ്സും പാസീവ് അഗ്രസീവ്നെസ്സും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു റിബലിയസ്നെസ്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് പലപ്പോഴും കിട്ടേണ്ടുന്നതാണ്. ഇതൊരു സ്ഥിരമായി ഉള്ള ഒരു പെരുമാറ്റം ആണ് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ അല്ല ഈ നമ്മളിപ്പോ അഭ്യൂഹങ്ങൾ കേൾക്കുന്നത് പോലെ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറ്റത്തിൽ വന്ന ഒരു മാറ്റമാണെങ്കിൽ കൂടിയും അതും തന്നെയും നമ്മൾ നേരത്തെ തിരിച്ചറിയേണ്ടുന്നതാണ്. പക്ഷെ ജനറലി പാവമാണ്, വെളിയിൽ ഭയങ്കര നല്ല സ്വഭാവമാണ് എന്നൊക്കെയാണ് നമുക്ക് കുടുംബത്തിന് പുറത്ത് നിന്ന് കിട്ടുന്ന, ഇന്നിപ്പോ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. വളരെ ഡോർമെന്റ് ആയിട്ട് അത്രയും സ്ട്രെസ്ഫുൾ ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറുന്നത് ആവാം. പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആരെന്ത് ചെയ്താലും അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും കുഴപ്പമില്ല എന്നുള്ള നിലയിലല്ലേ ഈ വയലൻസിനെ കുറിച്ചും നോർമലൈസേഷനെ കുറിച്ചും സട്ടിലായിട്ട് കിട്ടുന്ന സജഷൻസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നും അല്ല, അങ്ങനൊന്നും സ്വാധീനിക്കില്ല എന്നുള്ള വാദഗതി പലരും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ചുറ്റും ഇന്ന് കാണുന്ന ഈ വാർത്തയുടെ താഴെ തന്നെ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും ഇന്ന് സമൂഹത്തിന് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമല്ല. എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കൊലപാതകങ്ങളെ കുറിച്ചും വയലൻസിനെ കുറിച്ചും കേൾക്കുന്നു. ഈ സ്ഥിരമായി കേൾക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പലപ്പോഴും അതിനകത്ത് ഒരു ആകാംക്ഷയില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നോർമൽ, ഇന്നലെ വേറൊരെണ്ണമായിരുന്നു ഇന്ന് വേറൊരെണ്ണമാണ് എന്നുള്ള രീതിയിൽ മാത്രമേ മനുഷ്യർ ഇതിനെ കാണുന്നുള്ളൂ. പിന്നെ ഇതിനകത്തൊരു ഒത്തിരി ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മീഡിയ അറ്റൻഷനും ഇതുപോലെയുള്ള പല കേസുകളിലും വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, സൂയിസൈഡ് നമ്മൾ സാധാരണ ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാറുണ്ട്. അതായത് ഒരേ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികൾ, അതിലൊരാൾ സൂയിസൈഡ് ഒരു ഓപ്ഷൻ ആയിട്ട് എടുത്തു എന്ന് കാണുമ്പോൾ മറ്റൊരാൾക്കും അതുപോലെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും എന്ന് നമ്മൾ പലപ്പോഴും പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ കാര്യത്തിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന, ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൈംസ് ചെയ്യുന്നത് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ തരും എന്നുള്ള ഒരു നിലയിലേക്ക് മനുഷ്യനെ വളരെ നോർമലൈസ് ചെയ്ത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിനകത്ത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും ലഹരിയോടുള്ള അമിതാസക്തിയും കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രതയില്ലായ്മയും അവനവന്റെ ഇമോഷൻസിനെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും യുക്തിപൂർവ്വം ചിന്തിക്കാൻ പറ്റാതിരിക്കുകയും ഒരു പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറയുന്നത് കണ്ടെത്താനുള്ള കഴിവില്ലായ്മയും, ചുരുക്കം പറഞ്ഞാൽ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ് ഇല്ലാത്തതിന്റെ കുഴപ്പങ്ങളെല്ലാം ഇന്നത്തെ തലമുറയിൽ എമ്പാടും കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമെന്നല്ല, പല കൃത്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഇതുപോലെയുള്ള ഡ്രാസ്റ്റിക് മെഷേഴ്സ് ആണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളത് കാണുന്നുണ്ട്. ഡോക്ടർ, ഒരു സംശയം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നോർമലൈസിങ് പോലെ തന്നെയാണ് ഈ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ ഈ കൊലപാതകത്തിൽ തന്നെ, ഈ അവസാനമായുള്ള ഈ കൊലപാതകത്തിൽ തന്നെ എല്ലാം അടുത്ത ബന്ധുക്കളാണ്. ഒന്ന് അമ്മ, സ്വന്തം സഹോദരൻ, പ്രണയിനി, അതും കുട്ടിക്കാലത്തെ ഉള്ളൊരു പ്രണയമാണത്. അത്തരത്തിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് അമ്മ മകൻ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് വലിയൊരു വലിയ പവിത്രമായൊരു ബന്ധമാണത്. ഒരു അമ്മയെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ, അതും ഇത്രയും ക്രൂരമായൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊരു വിള്ളൽ സംഭവിക്കുന്നുണ്ടോ? അത്രയ്ക്കുള്ളൊരു വാല്യൂ ബന്ധങ്ങളിൽ മാറുന്നുണ്ടോ? ബന്ധങ്ങളിൽ പലപ്പോഴും ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് നമ്മൾ പല ബന്ധങ്ങളിലും കാണാറില്ല. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും പല റിലേഷൻഷിപ്സ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും കാണുന്നില്ല. അപ്പോഴത്തെ താൽക്കാലികമായ സന്തോഷം എന്നുള്ളത് മാത്രമേ പല ബന്ധങ്ങളിലും കാണുന്നുള്ളൂ.
അതിപ്പോ ആരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും, അതൊരു പ്രണയമാണെങ്കിലും അല്ലാതെയുള്ള അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണെങ്കിലും എല്ലാം അങ്ങനെ ഒരു മൂല്യച്യുതി കാണുന്നുണ്ട്. പിന്നെ ഈ അടുപ്പമുള്ളവരെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്താണ് ഈ വ്യക്തിയെ അങ്ങനെ നയിച്ചത്? ഇത്രയും ക്രൂരത ഇയാൾക്ക് സെൻസിറ്റീവ് അല്ലായി പോയതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, പ്ലാൻഡ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തതാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് ചെയ്യും. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിൽ പല സമയത്ത് ഇത്രയും സമയദൈർഘ്യമെടുത്ത് ഇതുപോലൊരു കൃത്യം ചെയ്യുക, എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ ഞാനും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് 6 പേരെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അത്രയും ഒരു നിസ്സാരമായി നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലായ്മയും വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളോടോ അല്ലെങ്കിൽ അവരുടെ വേദനയോടോ ഒന്നും പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് കൊന്നതല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ ഇപ്പോൾ അമ്മുമ്മയുടെ അടുത്ത് പോയി മാല ചോദിക്കുന്നു, അമ്മുമ്മ അത് നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിക്കൂടെ? തുടർന്ന് പക്ഷേ ഉണ്ടായ കൊലപാതകങ്ങളൊക്കെ ഈ ആദ്യത്തെ കൊലപാതകത്തിൽ നിന്നുള്ള ഒരു പരിവർത്തനം, അതായത് അതിന് ശേഷമാകാമോ ഈ അഫാനിലൊരു മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്നത്? ഈ എല്ലാവരെയും കൊല്ലണം എന്നൊരു ചിന്ത വരാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? സ്പോണ്ടേനിയസ് ആയിട്ട് നടത്തിപ്പോകുന്ന ഒരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷോക്കല്ലേ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടുന്നത് സ്വാഭാവികമായിട്ടും. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിപ്പോകുന്നത്. സാധാരണ ഇതുപോലെയുള്ള കേസുകളിൽ നമ്മൾ കാണുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളെ എന്തെങ്കിലും രീതിയിൽ ആക്രമിച്ചു, അവിടേക്ക് അറിയാതെ എത്തിപ്പെടുന്ന വേറൊരാളെയാണ് നമ്മൾ ആക്രമിക്കാനുള്ള സാധ്യത നോർമൽ ക്രിമിനൽ ബിഹേവിയറിൽ ഉണ്ടാവുക, തെളിവ് നശിപ്പിക്കുക അല്ലെങ്കിൽ അവനവനെ സ്വയം രക്ഷിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മുത്തശ്ശിയെ പോയി കൊന്നതിന് ശേഷം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വേറൊരു വീട്ടിൽ പോയി അവരെയും കൊന്ന് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലുള്ളവരെയും വകവരുത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു സ്പോണ്ടേനിറ്റിയും അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു മനസ്സിന്റെ വ്യത്യാസവും എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.